ഏറ്റവും പ്രിയപ്പെട്ടവരെ, പെന്തക്കോസ്ത് തിരുനാളിന് വേണ്ടി ഏറ്റവും അടുത്തൊരുങ്ങുന്ന ഈ ദിനത്തില് കർത്താവിന്റെ വലിയ കൃപ, ആത്മാവിന്റെ വലിയ ഒരു സാന്നിധ്യം നമുക്കെല്ലാം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കൾക്ക് ലേഖനം 8-ാം അധ്യായം 26-ാമത്തെ വചനം ഒരുപക്ഷെ എനിക്ക് നിങ്ങൾക്കുമൊക്കെ നന്നായി അറിയാവുന്ന വചനം. നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ വാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. എത്രയോ വലിയൊരു ആത്മാവിന്റെ കൂട്ടിനെ കുറിച്ചാണ് പൗലോസ് ശ്ലീഹായോട് സ്വർഗം നമ്മളോട് സംസാരിക്കുക. അതേ പ്രിയപ്പെട്ടവരെ, ഈ ബലഹീനത നിറഞ്ഞ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇന്ന് ഈ നാളുകളിൽ ആത്മാവ് ശക്തമായി സംസാരിച്ചില്ലെങ്കിൽ, ശക്തമായി സ്വർഗത്തോട് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലെങ്കിൽ, നമ്മുടെ ഉള്ളിലിരുന്ന് നമ്മളെ വഴി നടത്തിയില്ലെങ്കിൽ, നമ്മുടെ ഉള്ളിലിരുന്ന് ചിന്തിച്ചില്ല എങ്കിൽ നമ്മുടെയൊക്കെ ജീവിതങ്ങൾ പലപ്പോഴും നമ്മൾ വഴിതെറ്റിപ്പോകുന്ന ചില മേഖലകൾ കാണാൻ പറ്റുകയാണ്. അനേകം ജീവിതങ്ങളിലൂടെ കടന്നു ചെന്നപ്പോൾ തിരിച്ചറിയുന്നുണ്ട്, പ്രോപ്പറായി ഒരു ഗൈഡ് ലൈൻസ് കിട്ടാതെ വരുമ്പോൾ വീണു പോകുന്ന ജീവിതങ്ങൾ, തീരുമാനങ്ങൾ തെറ്റിപ്പോകുന്ന അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമുക്കിന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെ, അങ്ങ് അവാച്യമായ നെടുവീർപ്പുകൾ എൻ്റെ ഉള്ളിൽ വസിച്ചുകൊണ്ട് എനിക്ക് വേണ്ടി സ്വർഗത്തോട് സംസാരിക്കണേ, എനിക്ക് വേണ്ടി ചിന്തിക്കണമേ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, എനിക്ക് വേണ്ടി തീരുമാനങ്ങൾ എടുക്കണമേ. അങ്ങനെ ദൈവാത്മാവിന്റെ ആ വലിയ കൂട്ടിന്റെ ഒരു സഹവാസം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.